ബൈബിളിലെ തിരുവചനം, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എല്ലാവരും ഏറ്റുപറയാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കാനുള്ള മാനദണ്ഡം അതാണ്. ഏതൊരു വിശ്വാസിയും തൻ്റെ അധരം കൊണ്ട് ഏറ്റു പറയണം, ഏറ്റു പ്രഖ്യാപിക്കണം. എന്താണ് ഏറ്റു പറയേണ്ടത്? യേശു കർത്താവാണെന്ന് ഏറ്റു പറയണം. യേശു കർത്താവാണെന്ന് ഏറ്റു പറയണം. നിങ്ങൾ പറയാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? ജീവിതത്തിൽ ആ ജീവിതത്തിൽ അനുഭവത്തോടുകൂടി ഏറ്റു പറയാറുണ്ടോ? അങ്ങനെ വിശ്വസിക്കുകയും പറയുന്നതിന് ചെയ്യുന്നതിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, വിജയമാണ്. നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നുമില്ല. നമ്മുടെ പരാജയം അതാണ്. നമുക്കെല്ലാം ഉണ്ട്, ദൈവം എല്ലാം തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുക? യേശു ക്രിസ്തു കർത്താവാണെന്ന് നീ അധരം കൊണ്ട് ഏറ്റു പറയണം. യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഒരുവൻ ഏറ്റുപറയാൻ സാധിക്കണമെങ്കിൽ ആദ്യം ഹൃദയത്തിൽ അതുണ്ടായിരിക്കണം, അല്ലേ? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിലില്ലെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഹൃദയത്തിൽ അറിവുണ്ടാകണം. എന്താണ് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാറ്റിൻ്റെ മേൽ ആധിപത്യവും അധികാരമുള്ളവരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് യേശു കടന്നുപോയപ്പോൾ, യേശു ഹൃദയത്തിൽ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ നാമം യേശു നമുക്ക് തന്നു. ഈ നാമത്തിൽ എല്ലാം യേശുവിൻ്റെ നാമത്തിലാണിപ്പോൾ. പിശാചിനെ മെതിക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. രോഗിയെ സുഖപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. എല്ലാ അത്ഭുത പ്രവർത്തനം നടത്തപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓരോരു മനുഷ്യൻ്റെ നാമത്തിലല്ല. അപ്പോൾ യേശു ക്രിസ്തു കർത്താവാണ് എന്ന് ഒരുവന് ഏറ്റുപറയാൻ സാധിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആ വ്യക്തി അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങൾ. ഒന്നാമത്തേതാണ് യേശു ക്രിസ്തു ഏകരക്ഷകനാണ് എന്നുള്ള ആഴമായ അറിവും ബോധ്യവും ആയിക്കൊണ്ടായിരിക്കണം. യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 4:12 വചനത്തിലൂടെ മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി വേറെ നാമം നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. അപ്പോൾ അത് നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന് മാത്രമേ രക്ഷയുള്ളൂ. യോഹന്നാൻ 14:6 ഈശോ പറഞ്ഞു, ഐ ആം ദ വേ, ഐ ആം ദ വേ, ഐ ആം ദ വേ ടു ഹെവൻ, ടു ദ ഫാദർ ഇൻ ഹെവൻ. സ്വർഗ്ഗത്തിലേക്കുള്ള പിതാവിലേക്കുള്ള വഴി ഞാനാണ്, വേറെ വഴിയില്ല, വേറെ ഒരു വഴിയില്ല. വേറെ വഴി ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റൂ? മനുഷ്യനെ കൊണ്ട് പറ്റൂ? നമ്മുടെ പറമ്പിൽ കയറണമെങ്കിൽ നമുക്ക് വേറെ തൂമവച്ച് വെട്ടി വഴി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ വഴി ദൈവം തന്നിട്ടുണ്ട്. അതേത് വഴിയാണ്? യേശു എന്ന വഴി. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു ഞാനാണ് വഴി. അതുകൊണ്ട് ഈ വഴിയിലേക്ക് എല്ലാ മനുഷ്യരും വരണം. എല്ലാവരും, ലോകത്തിലെ സകല മനുഷ്യരും ഒരേ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, ആകാശവും ഭൂമി സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും. അതുകൊണ്ട് സകല മനുഷ്യരും യേശു ക്രിസ്തു അറിയണം, യേശുവിനെ സ്വീകരിക്കണം, യേശുവിലൂടെ രക്ഷ പ്രാപിക്കുക എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയും നിശ്ചയവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് കാലത്ത് മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, യേശുവിനെ അറിയാത്ത വിജാതിർ എങ്ങനെ രക്ഷ പ്രാപിക്കും? നടക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ഇറക്കിയ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ 1950 മറ്റേ ഇറക്കിയ പുസ്തകമാണ് വിശ്വാസ സംഹിത എന്നൊരു പുസ്തകം. അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ വിജാതീയരായ മനുഷ്യർ, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ എങ്ങനെ രക്ഷ പ്രാപിക്കുന്ന ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം കൊടുത്ത ഇതാണ്: അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു പ്രസാദവരം ഇറങ്ങി അവരെ രക്ഷിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് എഴുതിയിട്ടുള്ളത്. വേറൊന്നും എഴുതിയിട്ടില്ല. അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു പ്രസാദവരം ഇറങ്ങി വന്ന് അവരെയൊക്കെ രക്ഷിക്കും. ആ പ്രസാദവരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷം വചനം, മനുഷ്യര് വചനം കേട്ടുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് അവസരം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അസുഖമില്ല. ആരും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങൾക്ക് 1997 മരിച്ചവരുള്ള വചനപ്രഘോഷണം ആരംഭിച്ചപ്പോൾ ദേവികുളത്ത് അവിടെ ധ്യാനം നടക്കുന്നത്, ദേവികുളം കോൺവെന്റിൽ. അതിന് മുമ്പ് പല ധ്യാനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ 97-ാം ആണ്ടായപ്പോൾ അതിനു മുമ്പ് വരെ സംഭവിച്ചത് 989 മുതൽ 96 അവസാനം വരെ സംഭവിച്ച അനേകം ആത്മാക്കളുടെ മേഖലയിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചു എങ്ങനെയാണ് മരിച്ചവരെ രക്ഷിക്കാൻ പറ്റുക, എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പറ്റും. ഇത് 1-2 ദിവസത്തെ പരിശീലനമല്ല. 89 മുതൽ 988 ദൈവം തൻ്റെ ആത്മാവിൽ അഭിഷേകം ചെയ്തു. ഒരു വർഷക്കാലം നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 89 ശുശ്രൂഷകൾ ആരംഭിച്ച കാലം മുതൽ എന്നെ ദൈവം നയിച്ചൊരു മേഖലയാണ് ആത്മാക്കളുടെ ലോകം, ആത്മാക്കളുടെ മേഖല. ഒത്തിരിയേറെ അവിടെ എന്താണ് പറയുക, ആദ്യകാലങ്ങളൊക്കെ ഇത് ഒന്നും അറിയില്ല, സാത്താനെ കുറിച്ചൊന്നും അറിയില്ല, ആത്മാക്കൾ ഉണ്ടെന്നോലും അറിയത്തില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ ഈ സൂര്യനെല്ലിയിൽ ഈ ശുശ്രൂഷകൾ നടത്തുന്നത് ആരംഭിച്ചത്. പക്ഷെ അവിടെയെല്ലാം ഒരു അധ്യാപകനായി എൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓരോ കാര്യം പഠിപ്പിച്ചു തന്നു. സാത്താനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, അനേകം പ്രാവശ്യം ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും എന്നെ ഭയപ്പെടുത്തൊരു അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഉണ്ടാക്കിയ വലിയ കോലാഹലത്തിൽ വലിയ അലറി നിലവിളി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഭയന്നുപോയി. കാരണം എനിക്ക് ഒന്നും അറിയില്ല പിശാചിനെ കുറിച്ച്. അതെൻ്റെ ഹൃദയത്തിൽ വലിയ ആഴമായ മുറിവായിട്ട് മാറി. ഭയങ്കര ഭയമായിരുന്നു കുറേ നീണ്ട വർഷങ്ങൾ. പക്ഷെ ഞാൻ ശുശ്രൂഷ നടത്തുമായിരുന്നു. കർത്താവിൻ്റെ വിശുദ്ധീകരണം, എൻ്റെ ശുദ്ധീകരണം സംഭവിക്കാൻ അനുവദിച്ചു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണം ഈ ഭയമെല്ലാം എടുത്തു കളഞ്ഞ് പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുള്ളി ആത്മാക്കളുടെ ഈ മേഖലയിൽ 89 ശുശ്രൂഷ ആരംഭിച്ചു. 96, 97 ആയപ്പോൾ ആ ശുശ്രൂഷകൾ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. ഈ ആത്മാക്കൾക്ക് അശുദ്ധാത്മാക്കൾ ആയിട്ട് അറിഞ്ഞു നടക്കുന്ന ആത്മാക്കൾ മനുഷ്യാത്മാക്കളാണെന്നും രക്ഷയുണ്ട് എന്നും കർത്താവ് പഠിപ്പിച്ചു. ഈ കാലഘട്ടങ്ങൾ കൊണ്ട് 96, 97 കർത്താവ് പഠിപ്പിച്ചു. അവരോട് വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ വചനം കേൾക്കുമെന്ന്. ഹല്ലേലൂയ. ഇതെല്ലാം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് കൊണ്ടാണ് ചെയ്യാൻ സാധിച്ചത്. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുകയാണ്. 97 ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ഇത്രയും കാലം കൊണ്ട് നിന്നെ പഠിപ്പിച്ചു എങ്ങനെയാണ് മരിച്ചവരെ രക്ഷിക്കേണ്ടത് എന്ന്. വ്യക്തിപരമായിട്ട് അവരോട് നീ വചനം പറഞ്ഞില്ലേ, ഇനി നീ പ്രസംഗിക്കുക, മരിച്ചൊരു വചനം കേൾക്കും. ഞാൻ കർത്താവിന്റെ സ്വരം കേൾക്കുകയാണ്. ഞാനത് വിശ്വസിച്ചു. അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് മരിച്ചവരോടുള്ള സുവിശേഷ പ്രഘോഷണം എന്ന പേരിൽ ഒരു ധ്യാനം ആരംഭിക്കുകയാണ്. ആത്മാവിൽ വീണ്ടും ജനന ധ്യാനം 997 ആണ്ടിൽ ദേവികുളത്ത്. ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ നോട്ടീസൊക്കെ അടിച്ചിറക്കി. കാരണം പുതിയ ധ്യാനം തുടങ്ങുകയല്ലേ, മരിച്ചവരുള്ള വചന പ്രഘോഷണം 10 പേര് അറിയണമല്ലോ. നോട്ടീസ് അതൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചു. ആ ധ്യാനം നടന്നു. അനേകം പേര് ധ്യാനിക്കാൻ വേണ്ടി വന്നു. കുറേ നാൾ 97 മുഴുവൻ ധ്യാനം നടന്നു. കുറേ പല ഇടങ്ങളിലായി. അപ്പോഴേക്കും നോട്ടീസ് ചിലയിടത്ത് ചെന്നു. പിന്നെ പൊട്ടിത്തെറിയായി, ബഹളമായി, വലിയ പ്രശ്നങ്ങളായി. പക്ഷെ അവിടെ ഒന്നും നിന്നില്ല. ദൈവത്തിൻ്റെ പത്ത് ദൈവം അന്ന് മുതൽ ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ 97 ആരംഭിച്ചതാണ് മരിച്ചവരുള്ള സുവിശേഷ പ്രഘോഷണം. അത് മരിച്ചവർ കേൾക്കുന്നു. പ്രവാസത്തിന് അതുവരെയും ഒരു ചിന്തയുണ്ടായിരുന്നു. അനേകം പേർ ചോദ്യമുണ്ടായിരുന്നു, എങ്ങനെ വിജാതി രക്ഷ പ്രാപിക്കും? കാരണം അവരെ ഈശോ അറിഞ്ഞിട്ടില്ല. അവർ അജ്ഞാനികൾ, അവർക്ക് രക്ഷയില്ല, അവർ താഴേക്ക് പോയി എന്നുള്ളതാണ് സഭയുടെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെയാണ് ഞാനും പഠിച്ചിട്ടുള്ളൂ. രക്ഷപ്പെടത്തില്ല. പക്ഷേ കർത്താവ് പഠിപ്പിച്ചു. ഈ ആത്മാക്കളെ കുറിച്ചുള്ള പഠനം തന്ന കാലഘട്ടം അവർ പരിശീലിപ്പിച്ചപ്പോൾ അനേകം ലോകത്തുള്ള സകല ജാതി ജനതകളിൽ നിന്നും ദൈവം അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധരുടെ മുമ്പിൽ യേശു ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റു പറയിപ്പിച്ച് രക്ഷയിലേക്ക് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നു, ഈ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ കർത്താവ് അനുവദിക്കുകയാണ് മരിച്ചവർ പോലും വചനം ശ്രമിക്കുവാൻ വേണ്ടിയിട്ട്. വിശുദ്ധ പത്രോസ് ലേഖനം 1 പത്രോസ് 4:6 വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. 1 Peter 4:6. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും മനുഷ്യൻ പാപം ചെയ്തു, അവൻ വിധിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ശരീരത്തിന്റെ തലത്തിൽ അവൻ മനുഷ്യരെ പോലെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിന്റെ തലത്തിൽ ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കണമെന്ന് ഉള്ള ദൈവത്തിന്റെ നിശ്ചയപ്രകാരമാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ശരീരത്തിന്റെ തലത്തിൽ അത് ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നപ്പോൾ അവൻ ദൈവത്തെ അറിയാൻ പറ്റിയില്ല.
അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ പാപത്തിലാണ് ജീവിച്ചത്. പക്ഷേ ശരീരമില്ലാത്ത ആത്മാവിന്റെ തലത്തിൽ, അതാണ് മരണശേഷമുള്ള ജീവിതം, ആ തലത്തിലെങ്കിലും അവൻ ദൈവത്തെ പോലെ ജീവിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് യേശുക്രിസ്തു കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ച മരിച്ചവരോട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കാരുണ്യം ഇന്നും നിലനിൽക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള പിതാവ് ദൈവത്തിന്റെ ആഗ്രഹം. എല്ലാവരും ആദത്തിന്റെ മക്കളാണ്. എല്ലാവരും ഭൂമിയിൽ സകല മനുഷ്യരും ആദത്തിന്റെ മക്കളാണ്. എല്ലാവരും രക്ഷിക്കണം. ഇന്ന് ദൈവം വെച്ചൊരു സംവിധാനമാണ് ഈ സുവിശേഷം, മരിച്ചവരോടുള്ള സുവിശേഷ പ്രഘോഷണം. ഈ പ്രഘോഷണം വഴി മരിച്ചവർ, നമ്മുടെ തലമുറകൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾ മാത്രമല്ല, ഈ ശുശ്രൂഷയിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള അനേകം ആത്മാക്കള് ഈ സുവിശേഷം കേൾക്കുവാൻ കർത്താവ് അനുവദിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, മലയാളത്തിൽ പ്രസംഗിച്ചാൽ ഇംഗ്ലീഷുകാരെങ്ങനെ മനസ്സിലാക്കും? മനുഷ്യനാണ് ഭാഷയുള്ളത്, ആത്മാക്കൾക്ക് ഈ ഭാഷയൊന്നുമില്ല. എല്ലാം മനസ്സിലാക്കും, എല്ലാം അറിയും. ആദ്യമൊരു ഭാഷയുണ്ടായിരുന്നുള്ളൂ, അല്ലേ? ആദ്യമൊരു ഭാഷയുള്ളൂ. മനുഷ്യൻ ബാബൽഗോപുരം ഉണ്ടാക്കി, അത് കഴിഞ്ഞപ്പോൾ ആ ഭാഷ ചിതറിക്കപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞ വചനമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവ് വചനം അയച്ച്, ഞാൻ പറഞ്ഞല്ലോ, ലാസർ പുറത്തു പോയെന്ന് യേശു വചനം അയച്ചപ്പോൾ ആ മരിച്ചവൻ പുറത്തു വന്നുവെങ്കിൽ വചനത്തിന് ശക്തിയുണ്ട്. മരിച്ചൊരു വചനം കേൾക്കും. ചിലർക്കൊന്നും താല്പര്യമില്ല, ചിലർക്കൊന്നും രക്ഷ വേണ്ട. ചില ആത്മാക്കൾ പറയും, ഞങ്ങൾക്ക് രക്ഷയൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ പോകുന്ന അവസ്ഥ പൊക്കോളാം. എവിടെയാ? പിശാചിന്റെ അടിമയായി, ഉപകരണമായി നശിപ്പിക്കാൻ വേണ്ടി നടന്നുകൊള്ളാം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം. ലാസറിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടു, അവൻ നാടകൾ കൊണ്ട് പൊതിയപ്പെട്ടിരുന്നു, മുഖവും കാലുമെല്ലാം പൊതിയപ്പെട്ടിരുന്നു, ആവരണം ചെയ്യപ്പെട്ടിരുന്നു. അവനൊന്നും കാണാൻ പറ്റില്ല, നടക്കാൻ പറ്റുമായിരുന്നില്ല. അവിടെ പറയുന്നുണ്ട്, അവൻ്റെ കെട്ടുകൾ അടിക്കുവാൻ പോകട്ടെ. ആരോടാ പറയുന്നത്? വീട്ടുകാരോട് പറയുക, അവന് കെട്ടടിക്കവൻ പോകട്ടെ. ഇന്ന് ഈശോ നമ്മോട് പറയും, മരിച്ചവരെ കെട്ട് നിങ്ങൾ അഴിക്കുക, ഞാൻ വചനം അയച്ചവരെ ഉയർപ്പിക്കാം, നിങ്ങൾ കെട്ടഴിയുക. എന്താ കെട്ടെന്ന് പറയുന്നത്? അവരുടെ കെട്ട്, അവരുടെ ബന്ധനങ്ങൾ, അവരുടെ പാപങ്ങൾ, അവർക്ക് രക്ഷപ്പെടാനാവാത്ത അവസ്ഥകൾ, അത് നമ്മൾ അഴിക്കണം. എങ്ങനെ അഴിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ പിതാക്കന്മാർ ഇനിയുടെ പാപങ്ങൾ ചെയ്തു പോയി, ഇന്ന് അവർക്ക് പശ്ചാത്തപിക്കാൻ പറ്റുന്നില്ല, ഏറ്റുപറയാൻ അവർക്ക് സാധിക്കത്തില്ല, പറഞ്ഞാലും അത് കേൾക്കപ്പെടില്ല. കാരണം അവർ കിടക്കുന്ന വേറെ ലോകത്താണ്. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയ അവസരം മരിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ദൈവം എന്ന് മരിച്ചൊരു വചനം കേൾക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ പിതാക്കന്മാർ ഇനിയുടെ പാപങ്ങൾ ചെയ്തു പോയി, 1 മുതൽ 10 വരെയുള്ള പ്രമാണം അവർ ലംഘിച്ച് പാപം ചെയ്തു പോയി, ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരവുണ്ടാകും. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, ചോദിപ്പിൻ തരപ്പെടും, ഹല്ലേലൂയ. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മൾ ചോദിക്കണം, നമ്മൾ മുട്ടണം, നമ്മൾ നിർബന്ധിക്കണം. ദൈവമേ, എൻ്റെ പിതാക്കന്മാർ രക്ഷപ്പെട്ടേ മതിയാവൂ. നമ്മൾ പ്രാർത്ഥിക്കണം. ജപമാല വഴി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ആ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ, പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് ഈ നഷ്ടപ്പെട്ട ആത്മാക്കള് കീഴടങ്ങുകയാണ്. They have to surrender. അവർ കീഴടങ്ങണം. അത്രമാത്രം ശക്തിയെ ദൈവം അയക്കുന്നത് വചനത്തിലൂടെ, അഭിഷേകത്തിലൂടെയും. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവർ വചനം ശ്രമിക്കും, അവർ കേൾക്കും, അവർ ഏറ്റുപറയും. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം. എല്ലാ ആത്മാക്കളെയും നമുക്ക് കൊടുക്കാം, എല്ലാ തലമുറകളെയും സമർപ്പിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ രക്ഷപ്പെട്ടവരാര്, രക്ഷപ്പെടാത്തവരാര്. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ മുടങ്ങിയ പുറകോട്ട് അപ്പൻ്റെ അമ്മയുടെയും ശാഖകൾ, തലമുറകൾ, അവരുടെ സഹോദരങ്ങൾ, വല്യപ്പൻ വല്യമ്മ അവരുടെ സഹോദരങ്ങൾ, അതിന് പുറകിലുള്ള അപ്പനും അമ്മ അതിൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ പുറകോട്ട് അനേകം തലമുറകളിലേക്ക് കർത്താവേ നിന്റെ വചനം കടന്നു ചെല്ലട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അടിമകളെല്ലാം നമ്മുടെ വചനം കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ 12:2 വചനമുണ്ട്, അന്ന് അവസാന നാളുകളിൽ ഭൂമിയിലെ പൂഴിൽ ഉറങ്ങുന്നവര് ഉണരുമെന്ന വചനമുണ്ട്. അതേ കർത്താവേ, പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില് ഭൂമിയിലെ പൂഴി ഉറങ്ങുന്നവരെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം വചനത്താൽ ബന്ധിച്ചുകൊണ്ട് അവരെല്ലാം യേശു നാമത്തിൽ കീഴടങ്ങട്ടെ. ഭൂമിയിലെ പൂഴി ഉറങ്ങുന്നവര് കർത്താവിന്റെ വചനം കേൾക്കട്ടെ.
യേശു കർത്താവ് ഒന്ന് അറിഞ്ഞ് കീഴടങ്ങട്ടെ. യേശു കർത്താവ് സ്വീകരിക്കട്ടെ. സഭ കുടീരങ്ങൾ തുറക്കപ്പെടട്ടെ. എല്ലാ അടിമകളും പുറത്തു വരട്ടെ, കീഴടങ്ങട്ടെ. യേശു കർത്താവ് ഒന്ന് അറിയട്ടെ. യേശുവിനെ കർത്താവ് സ്വീകരിച്ച് രക്ഷ പ്രാപിക്കട്ടെ. സത്താന്റെ ബന്ധത്തിൽ കിടക്കുന്ന അശുദ്ധാത്മാക്കൾ കിടക്കുന്ന സകല അടിമകളും കീഴടങ്ങുക. എല്ലാ അടിമകളും അശുദ്ധാത്മാവും കീഴടങ്ങട്ടെ. ദൈവത്തിന്റെ വചനം അവരെ ബന്ധിക്കട്ടെ. അവരെല്ലാം കീഴടങ്ങട്ടെ. കർത്താവിന്റെ വചനം അവർ കേട്ട് വിശ്വാസം ഉണ്ടാകട്ടെ, വിശുദ്ധീകരണം ഉണ്ടാകട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി കയ്യിൽ വൃത്തി പിടിച്ചുകൊണ്ട് നമുക്ക് തന്നെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. ആധിപത്യങ്ങളെയും പ്രഭുത്വങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. I command you all to surrender in the name of Jesus Christ of Nazareth. Amen. Hallelujah, hallelujah. യേശു കർത്താവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. അധിപന്മാർ കീഴടങ്ങട്ടെ. ആമേൻ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതരം കൊണ്ട് ഏറ്റു പറയണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്, യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണെന്ന് അറിഞ്ഞ് ഏറ്റു പറയണം. ആ അറിവ്, യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണെന്നുള്ള ആഴമായ അറിവാണ് ഒരുവനെ യേശു കർത്താവ് എന്ന് ഏറ്റു പറയാനുള്ള ശക്തി തരത്തുള്ളൂ. അതായത് കർത്താവ് എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും മേൽ അധികാരം, പിശാചികളുടെ മേല്, അശുദ്ധാത്മാക്കളുടെ മേല്, എല്ലാ നാരീശക്തിയുടെ മേല്, ഏതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളുണ്ടോ എല്ലാറ്റിനും മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അധികാരമുണ്ട്, ശക്തിയുണ്ട് എന്ന് നിനക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യം: ഒന്ന്, യേശു ഏക രക്ഷകനാണ്. രണ്ട്, യേശു ഏകസത്യ ദൈവമാണ്. മൂന്ന്, യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ്. ഈ മൂന്ന് കാര്യം ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് ഏത് പിശാചിന്റെ മേൽ വിജയം വരിക്കാം. യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. യോഹന്നാൻ 17:3, ജോൺ 17:3. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. എന്നിട്ട് പറയാം, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏകസത്യ ദൈവമായ അവിടുത്തെ, ആരാണ് അവിടുന്ന് പറയുന്നത്? പിതാവായ ദൈവം. അപ്പൊ ഏകസത്യ ദൈവമായ പിതാവിനെയും ആ പിതാവായ യേശു ക്രിസ്തുവിനെയും അറിയണം. അപ്പൊ പിതാവ് ഏകസത്യ ദൈവമാണ്, യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണ്. അവരെ അറിയുക, പിതാവിനെയും പുത്രനെയും അറിയുക, അതാണ് നിത്യജീവൻ. അങ്ങനെ അറിയുന്നവൻ, ആ അറിവിൽ ജീവിക്കുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വലിയ സത്യം ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. രക്ഷ മറ്റൊരിടത്തുമില്ല, യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അവിടുന്നാണ് ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവ്. മൂന്നാമത്തെ പോയിന്റാണ് അവിടുത്തെ നാമം, യേശുവിന്റെ നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ്. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് 2:10-11. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം 10-11 വചനങ്ങള്. അത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള എല്ലാവരും മുട്ടുകൾ മടക്കുന്നതിനും, എന്താ വാക്കിനടുത്ത മുട്ടുമടക്കെന്ന് പറഞ്ഞാൽ കീഴടങ്ങണം. അവരെല്ലാം കീഴടങ്ങണം. മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയിട്ടാണ്. പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് എല്ലാ അധരവും ഏറ്റുപറയണം. എന്താ ഏറ്റുപറയേണ്ടത്? എന്താ ഏറ്റുപറയേണ്ടത്? യേശു ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയണം. ഹല്ലേലൂയ. അത് ആരൊക്കെ ഏറ്റുപറയേണ്ടത്? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ളവര്. പാതാളത്തിലുള്ളവരെന്ന് പറയുന്നത് സാത്താൻ രാജ്യമാണ്. പാതാളത്തിന്റെ യഥാർത്ഥമായ വാക്കാണ് ഹെൽ, ഇംഗ്ലീഷ് വാക്കാണ്. ഹി ഡിസെൻഡഡ് ഇൻടു ഹെൽ, നരകം. അത് നരകമൊന്നും മലയാളത്തിൽ പറയാൻ പേടിച്ചിട്ടാണ് പാതാളം എന്ന് വെച്ചിരിക്കുന്നത്. സത്യം അതാണ്.
തമിഴിലോ ഹിന്ദിയിലോ മറാഠി തെലുങ്ക് കന്നഡ എല്ലാ ഭാഷയിലും നരക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വാക്ക്, പാതാളം. ഇംഗ്ലീഷ് പറയും ഹി ഡിസൈൻഡ് ഇൻ ടു ഹെൽ. കത്തോലിക്ക സഭയുടെ കാറ്റഗിസം കാത്തലിക് ചർച്ച് അതിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ്, ആർട്ടിക്കിൾ 5 ഹെഡിങ് ഇതാണ്, ഹി ഡിസൈൻഡ് ഇൻ ടു ഹെൽ. ഹെല്ലിൻ്റെ മലയാളം നരകമാണ്, പാതാളമല്ല. അത് സാത്താൻ്റെ രാജ്യമാണ്. യേശു ഇറങ്ങിച്ചെന്ന്, യേശുവിൻ്റെ കുരിശ് മരണത്തിന് ശേഷം കുരിശിൽ മരിച്ച് യേശുവിൻ്റെ ആത്മാവിൽ ഇറങ്ങിച്ചെന്നത് ഈ സാത്താൻ്റെ രാജ്യത്തേക്കാണ്. അത് വലിയൊരു കാര്യം, നിസ്സാര കാര്യമല്ല. കാരണം ആദത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായി ആദത്തിൻ്റെ കാലം മുതൽ ക്രിസ്തുവിൻ്റെ കാലം വരെ ഒറ്റ മനുഷ്യാത്മാക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല. വിശുദ്ധരൊഴികെ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ ദാസന്മാരും ഉള്ളവരെ മാത്രം, ചുരുക്കം പേര് മാത്രം രക്ഷപ്പെട്ടു. അവരാണ് അബ്രാഹത്തിൻ്റെ മടിയിൽ. അതിനെക്കുറിച്ച് പിന്നെ വിശദമായിട്ട് ക്ലാസ് വരും. പ്രദേശം അടഞ്ഞു കിടക്കുകയാണ്, പ്രവേശനമില്ല. അബ്രാഹത്തിൻ്റെ മടിയിലാണ് ഇവരൊക്കെ. ബാക്കിയുള്ളവരെല്ലാം 99.99% ആത്മാക്കൾ ചെന്നുപെട്ടത് സാത്താൻ്റെ പിടിയിലാണ്, നരകത്തിലേക്ക്. വേറെ വഴി പോകാനില്ല. എല്ലാ വചനങ്ങളുണ്ട്. പിന്നെ വചനം പറയും, വ്യക്തമായിട്ട് പറയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ജനത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോയ ചതിയനായ ദുഷ്ടസർപ്പത്തിൻ്റെ ആധിപത്യത്തെ തകർത്തുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഹല്ലേലൂയ. അത് വെറും ഒരു മരണമല്ല. സാത്താന്റെ അധികാരത്തെ, ആധിപത്യങ്ങളെ കുരിശിൽ തകർത്തുകൊണ്ട് അവനെ ബന്ധനസ്ഥനാക്കിയിട്ടാണ് യേശുവിന്റെ ആത്മാവില് സാത്താന്റെ രാജ്യമായ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആത്മാക്കൾക്ക് സുവിശേഷം പ്രസംഗിച്ച് തടവറകളെ തകർത്ത് അവരെ സ്വതന്ത്രരാക്കി രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു നിസ്സാരമായ കാര്യമല്ല. ക്രിസ്തു പാതാളത്തിൽ പോയിട്ടില്ലെന്നാണ് ഇന്ന് അനേകം സഭയിലുള്ള ആൾക്കാർ പറയുന്നത്. വലിയൊരു പരാജയമാണത്. ക്രിസ്തു പാതാളത്തിൽ പോയിട്ടില്ല. ഞങ്ങൾ രാവിലെ നിങ്ങൾ പറഞ്ഞുവല്ലോ, ഈ സത്യമായി പോയ ഇടങ്ങൾ അങ്ങനെ ഇടങ്ങളുണ്ട്. സുവിശേഷ പ്രഘോഷകന്മാരുടെ അടുക്കൽ പോയി, ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കൽ പോയി, പുരോഹിതന്മാരാണ്. അവർ വെച്ച് യേശു പാതാളത്തിൽ പോയോ? അതൊക്കെ ചുമ്മാ പറയുന്ന കാര്യം, സത്യമാണ്. കിട്ടിയ ഉത്തരമാണത്. ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സത്യം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാതാളം എന്ന വാക്കിന് ഇപ്പോൾ ഒരു പരിഭാഷ വന്നിട്ടുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്നാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുന്നൊരു ഒരു വാക്ക് വരും. വാസ്തവത്തിൽ എൻ്റെ ഒറിജിൻ ഇതാണ്, ഹി ഡിസെൻഡഡ് ഇൻടു ഹെൽ. അവൻ നരകത്തിലേക്ക് ഇറങ്ങി. അത് മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സംഭവം. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, കർത്താവ് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ക്രിസ്തു സാത്താന്റെ ശക്തിയെ തകർത്തു. സാത്താൻ ശക്തിയെ തകർത്ത്, അധികാരത്തെ, ആധിപത്യങ്ങളെ തകർത്ത് അവന്റെ രാജ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, രക്ഷയുടെ കവാടം തുറന്നു വെച്ചു. എന്തിനാണ് യേശു മരിച്ചെഴുതും ഉത്തിതനായത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 1:18 യേശു പറഞ്ഞത്, ഇതാ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ, അധികാരം എൻ്റെ കയ്യിലുണ്ടെന്നാണ് യേശു പറഞ്ഞത്. മത്തായി സുവിശേഷം 28:18 യേശു ഉത്ഥാനം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർ പ്രതിഷ്ഠപ്പോൾ യേശു പറയുകയാണ്, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ബന്ധപ്പെട്ട സമുദ്രം, പാതാളം എല്ലാം അത് ചേർന്നാണ് വരുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം അതുവരെ ഈ ഭൂമിയുടെ അധികാരം ഉണ്ടായിരുന്നവനായ ശത്രുവായ ദുഷ്ടസർപ്പത്തിന്റെ സാമ്രാജ്യം തകർത്തുകൊണ്ട്, അധികാരം തകർത്തുകൊണ്ട് ക്രിസ്തു വിജയം വരിച്ചു. അവൻ വിജയം വരിച്ചത് കൊണ്ട് ഇന്ന് എല്ലാ അധികാരവും ക്രിസ്തുവിന്റെ കയ്യിലാണ്, പിശാചിന്റെ കയ്യിലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമുണ്ടോ, ആത്മാവിന്റെ നിറവും ശക്തിയുണ്ടോ, കർത്താവ് കൂടെയുണ്ടോ, ഒരു തിന്മയ്ക്കും തൊടാൻ പറ്റില്ല. പക്ഷെ പാപം ചെയ്ത് ജീവിക്കുന്നവനെ നോ ഗ്യാരണ്ടി, ഒരു ഉറപ്പുമില്ല, ആക്രമിക്കപ്പെടും. ദൈവത്തിൻ്റെ ജനത്തെ തൊടാൻ ഒരു സാത്താനെ കൊണ്ടും പറ്റില്ല. കാരണം ക്രിസ്തു അവൻ്റെ തലയെ തകർത്തവൻ, അവൻ്റെ സാമ്രാജ്യം തകർത്തവനാണ്. ക്രിസ്തു യേശു വിജയം വരിച്ചവനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലൂക്കാ സുവിശേഷം 10:19 വചനം, ബുക്ക് ഓഫ് ലൂക്ക് 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളെയും ഇത് ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ അധികാരവും തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എത്ര വലിയ ഉറപ്പാണ്! ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ. ആരാണ് ഈ പാമ്പുകളും തേളെന്ന് പറയുന്നത്? അതുകൊണ്ട് നാളെ ഒരു പാമ്പിനെ കാണുമ്പോൾ ചവിട്ടണമെന്നല്ല എൻ്റെ അർത്ഥം. പാമ്പും തേള് പറയുന്നത് സാത്താൻ്റെ ശക്തികളാണ്.
സർപ്പൻസ് ആൻഡ് സ്കോർപ്പിയോൺ. അത് അവൻ്റെ രാജ്യം, അവൻ്റെ ശക്തിയാണ്. അവൻ്റെ എല്ലാ ശക്തികളെ മേലെ ചവിട്ടി നടക്കാനാണ് കർത്താവ് പറഞ്ഞത് ധൈര്യപൂർവ്വം. അത് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. നമ്മളിന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ഈ അധികാരത്തെ പിടിച്ച് മേടിക്കണം. വചനത്തെ സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ശക്തന്മാരോട് ഉണരണം. നമ്മൾ ഒന്നിനും നമ്മളെ ഭയപ്പെടുത്താൻ വിട്ടുകൊടുക്കരുത്. യേശു പറഞ്ഞു, നിങ്ങൾ ഒന്നും ഉപദ്രവിക്കത്തില്ല എന്ന് ഒരു ഉറപ്പുണ്ടോ? ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നത്തിങ് വിൽ ഹാം യു. അതൊരു ഉറപ്പാണ്. നമുക്ക് നൽകപ്പെട്ട അധികാരം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം. യേശു ക്രിസ്തു ഏക രക്ഷകനാണ്, ഏകസത്യ ദൈവമാണ്. കർത്താവ് യേശുവിൻ്റെ നാമം സകല നാമത്തിനും ഉപരിയായ നാമമാണ്. ഹല്ലേലൂയ. ആ നാമത്തിൽ ഉള്ള വിശ്വാസത്താൽ ഈ ലോകത്തിലെ മറ്റേതൊരു നാമത്തെയും, നമുക്കെതിരെ കടന്നു വരുന്ന ഏതൊരു നാമത്തെയും ശക്തിയെയും പരാജയപ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നു, ശക്തരാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ നാൾ വരെയുള്ള ജീവിതം അതൊരു ഉഗ്ര പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. പോകുന്നിടങ്ങളിലെല്ലാം ഈ കടന്നുപോയ ജീവിതത്തിൻ്റെ ഓരോ വഴികളിൽ എത്രമാത്രം പ്രശ്നങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നു. പക്ഷെ അവിടെയെല്ലാം എനിക്കറിയാം, വ്യക്തമായിട്ട് ഞാൻ പറയുമ്പോഴേ പിശാച്, അശുദ്ധാത്മാക്കൾ എത്രയോ ശക്തമായിട്ടാണ് മുമ്പിൽ എതിർക്കാൻ വന്നിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന യുദ്ധരംഗത്തായതുകൊണ്ട് എൻ്റെ ശത്രുവിനെ ഞാൻ കാണാൻ ദൈവനെ അനുവദിക്കുകയാണ്. അനേകം അതിഭീകരന്മാരായ ദുഷ്ടശക്തികൾ, ദുരാത്മാക്കളൊക്കെ കടന്നു വരുന്നത് കാണാറുണ്ട്. അവിടെയെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ അവരെ ബന്ധിച്ച് കെട്ടി നിർവീര്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടവരുടെ രക്ഷ, പിശാച് കൊള്ളയടിച്ചുകൊണ്ട് ആത്മാക്കളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപകടം പിടിച്ചൊരു പണിയാണത്. വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഒരു ആത്മാവിൻ്റെ രക്ഷയല്ല. പിശാച് കൊള്ളയടിച്ചു കൊണ്ടുപോയി, പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ ഉപകരണം, അവൻ്റെ അടിമയാക്കി, അവനെ രാജ്യം വളർത്താൻ ഉപയോഗിക്കുന്ന അവൻ്റെ അടിമകളാണ് അശുദ്ധാത്മാക്കൾ. ഈ അശുദ്ധാത്മാക്കളെ പിശാചിനെ വെടിവെച്ച് അവരെയും രക്ഷപ്പെടുത്തി മുകളിലേക്ക്, സ്വർഗത്തിലേക്ക് അയക്കുന്ന നിസ്സാര കാര്യമല്ല. വലിയൊരു അപകടം പിടിച്ച ശുശ്രൂഷയാണ്. പക്ഷെ ഇവിടെയെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അതിപരിശുദ്ധമായ സാന്നിധ്യവും സംരക്ഷണവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരേ, ദൈവം നമുക്ക് നൽകിയ അഭിഷേകവും ദൈവം നൽകുന്ന ജ്ഞാനവും വചനവും നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതിൽ ഉറച്ച് ജീവിച്ചാൽ നമുക്ക് വിജയമുണ്ട്, പരാജയമില്ല. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം, കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മളെ അലട്ടുന്ന, ഭയപ്പെടുന്ന അനേകം പ്രശ്നങ്ങൾ, അനേകം കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയും ഭയവുമാണ്. ഹൃദയത്തിൽ പറയണം, ഇല്ല, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ്, അവിടുന്ന് കർത്താവാണ് ഈശോ. അവിടുന്ന് പിശാചിനെ ജയിച്ചവനാണ്, നരകത്തെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ് യേശു ക്രിസ്തു. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ യേശുവിലാണ്. അവിടുന്ന് എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശക്തിയും എൻ്റെ ബലവും എൻ്റെ അഭയഗതവും രക്ഷാസങ്കേതവുമാണ് അവിടുന്ന്. ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ആ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കത്തില്ല. തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ് അവിടുന്ന്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ അത് എത്ര വലിയ കുന്നുകളും മലകളുമാണെങ്കിലും അതിനെ തകർത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അത് ഇരുമ്പോടാമ്പലോ പിത്തള മതിലോ പിത്തള വാതിലോ ആകട്ടെ, അതിനെ തകർത്ത് ഉടച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശക്തരായ ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, ആരെയും ഭയപ്പെടുകയില്ല.